പ്രൈസ് ഗോഡ്. കർത്താവിന് മഹത്വം കരേറ്റുന്നു. വീണ്ടും ഇങ്ങനെ ദൈവവചന പഠനത്തിനായിട്ട് കർത്താവ് നമുക്ക് ഈ അവസരം നൽകിയല്ലോ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അർഹിക്കുന്ന ഗൗരവത്തോടെ നമ്മൾ എടുക്കണം. ദൈവവചനത്തോടെ നമ്മൾ അനാദരവ് കാണിപ്പാൻ ആർക്കും ഇടയാകരുത്. ആകാവുന്നത്ര നമ്മൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കണം. വചനം കേൾക്കുമ്പോൾ അത് നമുക്ക് ഏറ്റെടുക്കുവാൻ അതിലെന്ത് ഉണ്ട് എന്നുള്ള നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ടും കേൾക്കുന്ന വചനത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ടും ഇരിക്കണമെന്ന് ഞാൻ വിശേഷാൽ എല്ലാവരോടും ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ഡിസ്ട്രാക്ഷനും അനുവദിക്കാതെ കഴിയാവുന്നത്ര ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. നമ്മൾ യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ ഒരു പഠനം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചു. അതിൻ്റെ ഗിരിപ്രഭാഷണം മുഴുവനായിട്ട് നമുക്ക് പഠിക്കുവാൻ ഉള്ള താല്പര്യത്തോടെയല്ല, എന്നാൽ വിശേഷാൽ അതിൽ പറയുന്ന ഭാഗ്യാവസ്ഥകൾ, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ വിളിക്കുന്നത്, അതിനെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എങ്കിലും അതിന് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഒരു മുഖവുര, ആമുഖം എന്ന വണ്ണം നമ്മൾ ചില കാര്യങ്ങൾ ഈ 5, 6, 7 അധ്യായങ്ങളെ അധികരിച്ച് അതിനെ ആസ്പദമാക്കി കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കി. ഇന്ന് അത് തുടരട്ടെ. അത് അവസാനിച്ചതിന് ശേഷം ബിയാറ്റിറ്റ്യൂഡ്സിലേക്ക്, ഭാഗ്യാവസ്ഥകളിലേക്ക് ഒന്നൊന്നായിട്ട് നമ്മൾ കടന്നു പോകും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് വിശേഷാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമുണ്ട് എന്ന് നമുക്കറിയാം. അത് താരതമ്യ പഠനങ്ങളൊക്കെ മുന്നോട്ട് നമ്മൾ ചെയ്യുന്നതാണ് ദൈവം അനുവദിച്ചാൽ. എന്നാൽ ഇപ്പോൾ അതിന് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ റെലവൻസ്, അതിൻ്റെ പ്രസക്തി എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഇതിനെ നമുക്ക് മുഴുവനായിട്ട് എടുത്താൽ യേശു കർത്താവിൻ്റെ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ ഒരു രത്നച്ചുരുക്കമായിട്ട് നമുക്ക് ഈ 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ നമ്മൾ എടുത്താൽ ചില പ്രത്യേക വിഷയങ്ങളായിട്ട് അവയെ വേർതിരിക്കുവാൻ നമുക്ക് കഴിയും. ഒന്നാമത് നമ്മൾ കണ്ടത് ഒരു ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം. ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റത്തേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ലോകം വില കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല കർത്താവ് പുകഴ്ത്തി പറയുന്നത്, അതിനെയല്ല ഉയർത്തി പറയുന്നത്. പ്രത്യുത ദൈവരാജ്യത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് കർത്താവ് അറിയിക്കുക. അപ്പോൾ ഒരു കോർ ക്രിസ്ത്യൻ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ ഏതാണ്ട് സവിസ്തരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചതായതുകൊണ്ട് അവിടെ ഞാൻ നിൽക്കുന്നില്ല. രണ്ടാമത് നമ്മൾ ചിന്തിച്ച കാര്യം ക്രിസ്ത്യൻ മൊറാലിറ്റിയെക്കുറിച്ചാണ്. ക്രിസ്തീയമായിട്ടുള്ള ഒരു സദാചാരം അഥവാ ഒരു ധാർമ്മികത എന്ന് പറയുന്നത് അതെത്ര വ്യത്യസ്തമായിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യേശു കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മൊറാലിറ്റിയിലേക്കാണ്. ലോകം പറയുന്നത് പോലെ അല്ല. നമ്മളതിനേക ഉദാഹരണങ്ങൾ കണ്ടു, വചനങ്ങൾ നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അപ്പം ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം ഉണ്ട്. അതിലേക്ക് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുക. ദൈവരാജ്യത്തിൽ തൻ്റെ ഫോളോവേഴ്സ് ആകുന്നവർ ഈ വാല്യൂ സിസ്റ്റത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവർ എങ്ങനെ ആയിരിക്കണം. രണ്ടാമത് ക്രിസ്ത്യൻ മൊറാലിറ്റി ഉണ്ട്, തികച്ചും വിഭിന്നമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മൊറാലിറ്റി. മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ പറയുന്നത് ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. പൈസയോടുള്ള, സമ്പത്തിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി, അതിൻ്റെ നമ്മുടെ അപ്രോച്ച്, സമീപനം എങ്ങനെ ആണ്. ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി അത് എങ്ങനെയുള്ളതാണ്? ഈ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി, പൈസയോട്, സമ്പത്തിനോട് ഉള്ള, പണത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സമീപനത്തെ ഷെയ്പ്പ് ചെയ്യുന്നത്, അത് ഒരുക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലെ പഠനം അല്ലെങ്കിൽ വചനത്തിൻ്റെ പഠിപ്പിക്കലിൽ ആധാരമായിട്ടായിരിക്കണം.
അപ്പോൾ നമ്മൾ ഏത് കാര്യത്തെയും നമ്മൾ തീരുമാനിക്കുന്നത് ഒരു നടക്കേണ്ടുന്ന വഴി ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂന്നിയായിരിക്കണം, അല്ലേ? മറ്റു കാര്യങ്ങൾ മൊറാലിറ്റിയെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണ് കണ്ടത്. കോർ ക്രിസ്ത്യൻ വാല്യൂസിനെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ് കണ്ടത്. വചനം എന്തു പറയുന്നു? വചനത്താൽ നമ്മൾ നടത്തപ്പെടുന്നവർ ആകണം, അല്ലേ? മൂന്നാമത് നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യവും അതുപോലെ തന്നെയുള്ളതാണ്. പൈസയോടുള്ള, സമ്പത്തിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? അതിൻ്റെ ഒരു ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം സമ്പത്തിനെ ഒരു ഈവിളായിട്ട് പറയുന്നില്ല, തെറ്റായിട്ട് പറയുന്നില്ല. സമ്പന്നർ ആകുന്നത് പാപം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ സമ്പത്തിനെ ഒരു ദോഷമുള്ളതായിട്ട്, ഈവിളായിട്ട്, ദുഷ്ടതയായിട്ട് പറയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് കർത്താവ് തരുന്ന സമ്പത്തിനെ വളരെ വൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എത്ര ബുദ്ധിയോടെ, എത്ര വൈസായിട്ട് സമ്പത്തിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര പൈസയുണ്ട്, നമ്മൾ എത്ര സമ്പന്നരാണ് എന്നുള്ളതിലല്ല, നമ്മുടെ പക്കൽ എത്ര ധനമുണ്ട് എന്നുള്ളതിലല്ല നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത്. പ്രത്യുത നമുക്കുള്ള ധനം, നമുക്ക് തന്നിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എത്ര ബുദ്ധിയോടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അല്പം കൊണ്ടും അധികം കൊണ്ടും തൃപ്തനായിരിക്കാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലേ? എനിക്ക് സമൃദ്ധിയിൽ ഇരുപ്പാനും അറിയാം, ഇല്ലായ്മയിൽ ഇരുപ്പാനും അറിയാം. അപ്പോൾ ആ സമൃദ്ധിയാണെങ്കിലും ഇല്ലായ്മയാണെങ്കിലും അതിൽ സന്തോഷമുള്ളവരായിട്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഈ തരുണത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ പൈസയോടുള്ള നമ്മുടെ അപ്രോച്ച്, നമ്മുടെ സമീപനത്തെക്കുറിച്ച് പല ആവർത്തി നേരത്തെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ള, പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ചില കാര്യങ്ങളെങ്കിലും ഒക്കെ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ഓർമ്മയിൽ പ്രധാനമായിട്ട് വെച്ചുകൊള്ളേണ്ട ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാനൊന്ന് ചൂണ്ടിപ്പറയാം. ഒന്നാമത്, ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. പൈസയോടുള്ള, സമ്പത്തിനോടുള്ള നമ്മുടെ സമീപനത്തിൽ പൈസ നമ്മുടെ ലക്ഷ്യമാകരുത്. സമ്പത്തെന്ന് പറയുന്ന സമ്പന്നരാകേണ്ടതിന് ആകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകരുത്. ലോക മനുഷ്യർക്ക് അങ്ങനെയാകാം, അല്ലേ? ബിൽ ഗേറ്റ്സിനാകാം, അല്ലെങ്കിൽ ഇലോൺ മസ്കിനാകാം, മറ്റുള്ളവർക്കൊക്കെ അതാകാം. നമ്മളൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ സമ്പന്നരാകുക എന്നുള്ളത് ആയിരിക്കരുത്, അല്ലേ? ലോകത്തിലെ ഒന്നാമത്തെ സമ്പന്നനോ, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഭയങ്കര ഒരു ഫൈറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. സമ്പന്നന്മാർ തമ്മിൽ ഏറ്റവും അധികം ഒന്നാം റാങ്ക് ആരൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ചില സമയത്തേക്ക്, ചില മാസങ്ങളിലേക്കോ ദിവസങ്ങളിലേക്കോ ആ റാങ്ക് നഷ്ടപ്പെടുമ്പോഴത്തേന് പിന്നെ ഭയങ്കര പ്രയാസമാണ്. എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യാനികളും നോക്കിക്കേ, നമ്മളും അങ്ങനെയുള്ള ഒരു പോരിൽ, ഒരു യുദ്ധത്തിലാണെങ്കിൽ എന്തൊരു സങ്കടകരമാണ്, അല്ലേ? അപ്പം പൈസ നമുക്ക് ആവശ്യമാണ്, സമ്പത്ത് നമുക്ക് ആവശ്യമാണ്, ജീവിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഒരിക്കൽ പോലും അത് നമ്മുടെ ലക്ഷ്യമാകരുത്, അതിനുവേണ്ടി നമ്മൾ ജീവിക്കുന്നവർ ആകരുത്. യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മയിലുണ്ടാകണം. വചനത്തെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. മണി ഈസ് എ ടൂൾ ബട്ട് നോട്ട് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്. പൈസ എന്ന് പറയുന്ന, സമ്പത്തെന്ന് പറയുന്നത് വെറും ഒരു ടൂളായിരിക്കണം, ഉപകരണമായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശമായി മാറരുത്, ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറരുത്, അല്ലേ? മണി ക്യാൻ ബി എ വണ്ടർഫുൾ സെർവൻറ്റ്, ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി എ വെരി ക്രൂവൽ മാസ്റ്റർ. അപ്പം നമ്മൾ ഇതിലേതാണ് നമ്മുടെ സമീപനമെന്ന് ഓർത്തു കൊള്ളണം. പൈസ അഥവാ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ല ദാസനായിരിക്കാൻ അതിന് കഴിയും. അതോടൊപ്പം തന്നെ വളരെ ക്രൂവലായിട്ടുള്ള ഒരു യജമാനനാകാനും പൈസയ്ക്ക് കഴിയും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? എപ്പോഴും പറയുന്നതായതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം നോക്കണമെന്നുള്ളത്, അല്ലേ? മണി ക്യാൻ ബി എ വണ്ടർഫുൾ സെർവൻറ്റ്,
ഇറ്റ് ക്യാൻ ഓൾസോ ബി എ വെരി ക്രൂവൽ മാസ്റ്റർ. അനേക കൊലപാതകങ്ങൾ നോക്കിയേ, അനേക ഫൈറ്റിങ്സ് നോക്കിയേ, അനേക ബഹളങ്ങൾ, ഒച്ചപ്പാടുകൾ, വഴക്കുകൾ എല്ലാം ഈ പൈസയെ, സമ്പത്തിനെ സെർവൻ്റ് ആക്കുമ്പോഴല്ല, മാസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനായിട്ട് അതിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മുടെ യജമാനൻ ആരാ? ഇന്ന് രാവിലെ നമ്മളിവിടെ ഇരിക്കുമ്പം നമ്മുടെ യജമാനൻ ആരാ? സമ്പത്താണോ? സമ്പത്തുണ്ടാക്കാനുള്ള അവസാനിക്കാത്ത ആഗ്രഹമാണോ? ചരതിച്ചു കൂട്ടാനുള്ള വലിയ തത്രപ്പാടുകളാണോ? അതോ നമുക്ക് തരുന്ന റിസോഴ്സസിനെ യജമാനനായിട്ടല്ല, ഒരു ദാസനായിട്ട്, എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ദാസനായിട്ട് കാണുന്ന ഒന്ന് അല്ലേ? യേശു കർത്താവ് പറഞ്ഞു, യു കനോട്ട് സെർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി. മാമോൻ, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയില്ല. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയില്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെയാണ് 24-ാം വാക്യം, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ. കർത്താവ് അസന്നിഗ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കാറ്റഗോറിക്കലായിട്ടാണ്. ഒരു സംശയം പോലും ഉണ്ടാകാൻ ഇടയില്ലാത്തതുപോലെ ആർക്കും കഴിയുകയില്ല. വലിയ ബുദ്ധിമുട്ടാണെന്നൊന്നുമല്ല പറഞ്ഞത്, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ, ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. രണ്ടിനെയും നമുക്ക് യജമാനന്മാരാക്കുവാൻ കഴിയുകയില്ല. യേശു കർത്താവും എൻ്റെ യജമാനനാണ്, പൈസയും എൻ്റെ യജമാനനാണ്, സമ്പത്തും എൻ്റെ യജമാനനാണ്. നോബഡി ക്യാൻ ഡു ദാറ്റ്. വളരെ വ്യക്തമായിട്ട് കർത്താവ് അത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വെൽത്ത് ഈസ് നോട്ട് കണ്ടംഡ്, ബട്ട് ഗ്രീഡ് ഈസ് കണ്ടംഡ്. ഒബ്സഷൻ വിത്ത് മണി ഈസ് കണ്ടംഡ്. സെൽഫിഷ്നെസ് ഈസ് കണ്ടംഡ്. പൈസ യജമാനനായി കഴിയുമ്പോൾ, സമ്പത്ത് നമ്മുടെ യജമാനനായി കഴിയുമ്പോൾ, നമ്മുടെ ജീവിതം തന്നെ സെൽഫിഷ്നെസ്സിൽ ബേസ്ഡ് ആയിപ്പോകും അല്ലേ? നമ്മുടെ ജീവിതം സ്വാർത്ഥതയിൽ ഊന്നിയത് ആയിപ്പോകും. അപ്പോൾ ഒന്നാമത് ഓർത്തുകൊള്ളണം, പൈസ എന്ന് പറയുന്നത്, സമ്പന്നത എന്ന് പറയുന്നതല്ല നമ്മുടെ ലക്ഷ്യം, ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമുക്ക് തന്നിട്ടുള്ളത്, തരുന്നതിനെ എങ്ങനെ നാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. ഞാൻ മുന്നോട്ട് പോകാം. രണ്ടാമത്തെ കാര്യം ഇതിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. Money is always seen as, or we are just the stewards of money, riches. We are not the owners. ഉടമസ്ഥരല്ല, പിന്നെ ആരാ? സ്റ്റ്യൂവർഡ്സ്, വിചാരകന്മാർ. പൈസ, സമ്പത്ത് നമുക്ക് തരുന്നത്, നമ്മൾ അതിൻ്റെ ഉടമസ്ഥർ അല്ല, സ്റ്റ്യൂവർഡ്സാ, കാര്യവിചാരകന്മാരാ, ബുദ്ധിയോടെ അതിനെ കൈകാര്യം ചെയ്യണം. വളരെ ആവശ്യമാണ്. ബുദ്ധിയില്ലാതെ അതിനെ ചിതറിച്ച് കളയുവാനോ ഇല്ലാതെയാക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സമീപനം എപ്പോഴും എങ്ങനെയായിരിക്കണം? സ്റ്റ്യൂവർഡ്സ്. ഞാൻ വെറും വിചാരകൻ മാത്രം. എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു വചനഭാഗം ഉണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളൊന്ന് വായിക്കാൻ പറ്റും. 1 ദിനവൃത്താന്തം 29-ന്റെ 14-15.
എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും ദൈവത്തിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. മതി, താങ്ക് യു. ഈ ഒറ്റ ഭാഗം വായിച്ചാൽ മാത്രം മതി. നമ്മുടെ സമീപനം മാറേണ്ടതാ, വ്യത്യസ്തമാകേണ്ടതാ. ദാവീദ് ആലയത്തിന് വേണ്ടിയുള്ള വലിയൊരു കളക്ഷൻ കിട്ടി. ഉദ്ദേശിച്ചതിൽ ചിന്തിച്ചതിനേക്കാൾ എല്ലാം ഉപരിയായിട്ടുള്ള വലിയ മനഃപൂർവ്വ ദാനങ്ങൾ ജനമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ദാനങ്ങളുടെ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് ദാവീദ് ദൈവത്തിങ്കിലേക്ക് കൈമലർത്തി പ്രാർത്ഥിച്ച് പറയുക, കർത്താവേ, ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തനാകുവാൻ ഞാൻ ആരാ? ഈ ജനവും എന്തുള്ളത്? എന്നിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ആ പ്രസ്താവന ദാവീദ് നടത്തി. എന്തുവാ? സകലവും ഒന്ന് പറഞ്ഞേ, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമുക്കുള്ളതെല്ലാം നമ്മുടെ ഭവനവും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സ്രോതസ്സുകൾ, നമ്മുടെ റിസോഴ്സസ് എല്ലാം ഒന്നും നമ്മുടെയല്ല. സകലവും അവനിൽ നിന്ന് വരുന്നത്, അവനിൽ നിന്ന് വാങ്ങി അവൻ്റെ മഹത്വത്തിനായിട്ട് അതിനെ ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാകാതിരിക്കുന്നുണ്ടെങ്കിൽ ദാവീദ് അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും മാത്രമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ മാത്രമാണ്, യാതൊരു സ്ഥിരതയുമില്ല. സ്തോത്രം. ഈ വാക്യങ്ങൾക്കായി ദൈവവചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാൻ പറ്റണം. നമ്മളിന്ന് അനുഭവിക്കുന്ന സകല സന്തോഷങ്ങളും സുഖങ്ങളും സമൃദ്ധികളും ഉള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദാനം മാത്രമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് ആരും പറയരുത്. നമ്മൾ അധ്വാനിച്ചെങ്കിൽ അധ്വാനിക്കാൻ കഴിവ് തന്നത് കർത്താവാണ്. നമ്മൾ ജോലി ചെയ്തെങ്കിൽ ജോലി ചെയ്യുവാൻ നമ്മെ ബലപ്പെടുത്തിയത് കർത്താവാണ്. നമ്മൾ വിദ്യാഭ്യാസം ചെയ്തെങ്കിൽ അതിന് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും തന്നത് കർത്താവാണ്. സകലവും ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. സകലവും അവങ്കിൽ നിന്ന്, അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക. അപ്പം ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ വിശ്വസിക്കുന്നത് അൾട്ടിമേറ്റ്ലി എവ്രിതിങ് ബിലോങ്സ് ടു ഗോഡ്. എനിക്കുള്ളതെല്ലാം, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തമെന്ന് നമ്മൾ പാടാറുണ്ട്, അല്ലേ? അൾട്ടിമേറ്റ്ലി എവ്രിതിങ് ബിലോങ്സ് ടു ഗോഡ്. അപ്പം നമ്മുടെ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഒത്തിരി കുറയാനിടയാവും. മുഴുവൻ പോകുമെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും കുറച്ചൊക്കെ നമ്മുടെ ഈ അറ്റാച്ച്മെൻ്റ്, ഇതിൽ പല കാര്യങ്ങളോടും ഉള്ള അറ്റാച്ച്മെൻറ്റ് മാറാൻ ഇടയാകും. ഈ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഉള്ളിൽ കയറുവാൻ തക്കവണ്ണം ഇടയായാൽ. നമ്മൾ വെറും മാനേജേഴ്സ് മാത്രമാണ്, സ്റ്റ്യൂവർഡ്സ് മാത്രമാണ്. ദൈവം തന്ന പൈസയാകട്ടെ, സമയമാകട്ടെ, താലന്തുകളാകട്ടെ, പൊസഷൻസ് ആകട്ടെ, സമ്പത്തുകളാകട്ടെ, അതിൻ്റെ എല്ലാം വെറും മാനേജേഴ്സാണ്. നമ്മൾ വെറും മാനേജേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള റിസോഴ്സസിനെ വളരെ ബുദ്ധിയോടെ, ഔദാര്യത്തോടെ, വേസ്റ്റ്ഫുള്ളായിട്ടല്ല, വെറുതെ നഷ്ടപ്പെടുത്തി കളയാനായിട്ടുമല്ല, ഈ സ്വാർത്ഥതയോടെയുമല്ല, അതിനെ ഉപയോഗിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, അപ്പം മണി ഈസ് നോട്ട് ദ ഗോൾ, അല്ലേ? രണ്ടാമത്, വി ആർ ഓൺലി ദ സ്റ്റ്യൂവർഡ്സ് ഓഫ് മണി, നോട്ട് ഓണേഴ്സ്. മൂന്നാമത്തെ കാര്യം, ജനറോസിറ്റി ഈസ് എ വെർച്യൂ. എത്ര പേർക്കത് മനസ്സിലായിട്ടുണ്ട്? ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം അറിയാവുന്നല്ല, ജീവിതത്തിൽ അതിനെ പകർത്താനായിട്ട് ജനറോസിറ്റി ആസ് എ വെർച്യൂ. നമ്മുടെ ഔദാര്യദാനങ്ങൾ എന്നൊക്കെ പറയത്തില്ല, ഔദാര്യത എന്ന് പറയുന്നത് ഉദാരമായിട്ടുള്ള
നമ്മുടെ ഗിവിങ്, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ സഹായങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു വെർച്യുവാണ്, ഒരു സവിശേഷതയാണ്, ഒരു ഗുണമാണ്. കേൾക്കുന്നുണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? Christians are taught to give freely. Freely, freely you have received. Freely, freely give. ഞാനൊരു കളക്ഷൻ എടുക്കാനൊന്നും ശ്രമിക്കാനായിട്ടല്ല ഇത് പറയുന്നത്. ബിൽഡിങ്ങിന് വേണ്ടിയൊക്കെ ഒരു നല്ല കളക്ഷൻ നടന്നു വെച്ചിരിക്കുക. നിങ്ങളെല്ലാവരും വളരെ ഹോൾ ഹാർട്ടഡായിട്ട് മോസ്റ്റ് ഓഫ് യു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദാറ്റ് ആൻഡ് ഐ പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ബിൽഡിങ്ങിൻ്റെ കളക്ഷൻ മാത്രമല്ല, നമ്മുടെ ലൈഫ് തന്നെ എപ്പോഴും ദൈവത്തിൻ്റെ ദാനമെന്നോർത്ത്, നമുക്കുള്ള ഈ സ്രോതസ്സുകളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമെന്നോർത്ത്, ഇതുകൊണ്ട് എനിക്ക് എത്ര പേരെ അനുഗ്രഹിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ചോദ്യമായിരിക്കണം. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഞാൻ അവസാനിപ്പാൻ ഇടയാകരുതേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കാമോ? 2 കൊരിന്ത്യർ 9:7 പെട്ടെന്ന്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. മതി. നമ്മളിവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു പിരിവിനായിട്ടോ ഒന്നുമല്ല, കളക്ഷനായിട്ടല്ല. പക്ഷേ നമ്മുടെ ഗിവിങ്ങിനുള്ള, പൈസയോടുള്ള നമ്മുടെ സമീപനത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ അരുത്, പക്ഷെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. ഗിവ് അൺടിൽ യുവർ ജോയ് ഈസ് ഫുൾ എന്ന് പറയുമായിരുന്നു. ഇപ്പം പലരും പറയുന്ന ഗീവ് അൺടിൽ ഇറ്റ് ഹേർട്ട്സ് യു എന്ന്. നിങ്ങൾക്ക് മുറിവുണ്ടാകുന്നത് വരെ കൊടുത്തോണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇത്രയും കൊടുക്കാൻ പറ്റും. ഏതായാലും നമുക്ക് അറ്റ്ലീസ്റ്റ് വചനത്തിൽ നിന്നാൽ മതി. കൊടുക്കുമ്പം എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കും. ശപിച്ചോണ്ടാകരുത്, പ്രാഗിക്കൊണ്ടാകരുത്, അല്ലേ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒന്ന് നീട്ടുമ്പം അറിയാതെ ആണെങ്കിലും ഹൃദയത്തിൻ്റെ അകത്താണെങ്കിലും ഒരു സന്തോഷമില്ലാതെ വാട്ട് ഈസ് ദ യൂസ്? ദർ ഈസ് നോ യൂസ്. അങ്ങനെ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യൻ്റെ പ്രീതി ഒരു നിമിഷത്തേക്ക് ഒരു പക്ഷേ കിട്ടുമായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ബേസിസ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. എല്ലാം കൂടെ കൂട്ടി അവസാനം സ്തോത്രം പറഞ്ഞാൽ മതി. ഇടയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. ട്രസ്റ്റ് ഗോഡ്, നോട്ട് വെൽത്ത്. പൈസ ഉണ്ടായാലും സമ്പത്ത് വർദ്ധിച്ചാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിനക്ക് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. പലർക്കും ഉറങ്ങാൻ പറ്റാത്തത് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, സമ്പത്ത് കൂടിപ്പോകുന്നത് കൊണ്ടാണ്. നഷ്ടമാകുമോ? കള്ളൻ കയറി തുറന്ന് മോഷ്ടിക്കുമോ? പുഴുവരിച്ചു കളയുമോ? അല്ലെ, ചിതലരിച്ചു കളയുമോ? സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കും, സാധുവോടി വിധമായിരിക്കും, സർവേശൻ ചൊല്ലുവതെല്ലായ്പ്പോഴും, എൻ കണ്ണീനാൽ നിന്നെ ഞാൻ നടത്തും. നമുക്ക് സമ്പത്ത് വർദ്ധിച്ചാലും കർത്താവ് പറയുന്നു our trust should be on the Lord. കർത്താവ് തന്നെ പറഞ്ഞു, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19-20 വായിച്ചേ. മത്തായി 6:19-20. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. ബാലൻസ്ഡ് ആയിരിക്കണം നമ്മുടെ അപ്രോച്ച് കേട്ടോ. അതുകൊണ്ട് നമുക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാനൊന്നുമല്ല ഇവിടെ പറയുന്നത്.
നമ്മൾ ബുദ്ധിയോടെ ഇവ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്തിലാണ് നമ്മുടെ ആശ്രയം? കർത്താവ് പറയും, ഇതിവിടെ ഉള്ള ധനമെന്ന് പറഞ്ഞാൽ പുഴുവും തുരുമ്പും കെടുത്തിക്കളയുന്നതാണ്, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നതാണ്. എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപമോ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകുന്നത് അല്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പം, തൻ്റെ ലേഖനത്തിൽ പറയുമ്പം, നിശ്ചയമില്ലാത്ത ധനത്തിൽ നിങ്ങൾ ആശ്രയം വയ്ക്കരുത്, അല്ലേ? റിച്ചസ് ദാറ്റ് ഈസ് നോട്ട് സർട്ടൻ, അൺസർട്ടൻ റിച്ചസ് എന്നാ പറയും. ഒരിക്കലും നിശ്ചയമില്ലാത്ത ധനത്തിൽ നാം ആശ്രയം വെക്കുവാൻ ഇടയാകരുത്. നമ്മുടെ ആശ്രയം പലതും കണ്ടിട്ടും കേട്ടിട്ടും പലർക്കും സംഭവിച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മുടെ ആശ്രയം ഇപ്പോഴും എന്തിലാണ്? അപ്പോസ്തലനായ പൗലോസ് ദേമാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ ദേമാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നു, എനിക്ക് പ്രിയനായ വൈദ്യൻ ലൂക്കോസും ദേമാസും, പ്രിയരായ. അപ്പം പ്രിയരുടെ ലിസ്റ്റിൽ പെട്ടതായിരുന്നു ലൂക്കോസും ദേമാസും ഒക്കെ. രണ്ടാമത് പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുവേലക്കാരനായ ദേമാസ്. മൂന്നാമത് പറയുക, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. തെസ്സലോനിക്കയിൽ പോയത് ലോകത്തെ സ്നേഹിച്ച് എങ്ങനെയാണ് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ജോൺ ബെനിയൻ്റെ പരദേശി മോക്ഷയാത്രയിൽ മനോഹരമായിട്ടുള്ളൊരു ഉപമാനമുണ്ട് അതിനെക്കുറിച്ച്. അവിടെ ഇങ്ങനെ പറയുന്നത്, ക്രിസ്ത്യാനി തൻ്റെ യാത്രയിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ വിശ്വാസി എന്നയാൾ, ഫെയ്ത്ത്ഫുൾ എന്നയാൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അവരൊരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വഴിയരികിൽ ഒരാൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖനിയിൽ കുഴിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കുഴിച്ചുകൊണ്ടിരുന്ന ആൾ ക്രിസ്ത്യാനിയെ വിളിച്ചു, വരിക, ഞാനിവിടെ ഇതാ ഈ ഖനിയിൽ കുഴിച്ച് ധാരാളമായിട്ട് വെള്ളിയും പൊന്നും എല്ലാം കുഴിച്ചെടുത്തോണ്ടിരിക്കുക, നിനക്കും വരാം. ഒരു നിമിഷ നേരത്തേക്ക് ഈ ക്രിസ്ത്യാനിക്കും അങ്ങോട്ടേക്ക് പാദങ്ങളൊന്ന് മാറിപ്പോയതാ. അതിലേക്ക് പോയാലോ, ജോയിൻ ചെയ്താലോ എന്നോർത്ത്. എന്നാൽ ഈ കൂടെയുള്ള ഫെയ്ത്ത്ഫുൾ വിശ്വാസി അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, മുന്നറിയിപ്പ് കൊടുത്തു, പോകരുത്, ഇതിൽ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. ജോൺ ബെനിയൻ്റെ പരദേശി മോക്ഷയാത്രയിൽ പറഞ്ഞിരിക്കുന്ന ഉപമാനം. അപ്പോൾ നമ്മുടെ ആശ്രയം ഏതിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. അടുത്ത കാര്യം, അപ്പം നമ്മുടെ ആശ്രയം, നമുക്ക് പൈസയുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, ബാങ്ക് നിക്ഷേപങ്ങളുണ്ട്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട്. ബട്ട് ലെറ്റ് അവർ ട്രസ്റ്റ് ബി നോട്ട് ഓൺ എനി ഓഫ് ദം. അതിലാകരുത് നമ്മുടെ ആശ്രയം. അടുത്തൊരു കാര്യം, ക്രിസ്ത്യൻ അപ്രോച്ച് ടു മണി, ദൈവത്തിൻ്റെ വചനം പറയുന്ന മറ്റൊരു കാര്യമാണ് അവോയ്ഡ് ഗ്രീഡ്. അവോയ്ഡ് ഗ്രീഡ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ലിവിങ്. അല്ലേ? ഗ്രീഡിന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ദ്രവ്യാഗ്രഹം. ഇപ്പം നമ്മുടെ സമീപനത്തിൽ, പൈസയോടുള്ള സമീപനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടതാണ് ദ്രവ്യാഗ്രഹികളാകരുത്. ആവശ്യങ്ങൾ നടക്കണം. ആവശ്യങ്ങൾക്ക് നമുക്ക് സമ്പത്തും അതിൻ്റെ സ്രോതസ്സും എല്ലാം ആവശ്യമാണ്. പക്ഷേ ദ്രവ്യാഗ്രഹികളാകരുത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന പഠിപ്പിക്കലുകളിൽ ഒന്നാണ്, ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾസ്. അല്ലേ? 1 തിമോത്തി 6:9-10 വായിക്കാമോ? ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇതു ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. മതി. താങ്ക് യു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്.
കാംക്ഷിച്ചവർക്ക് എന്തോ പറ്റിയെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അവർ അധീനരായിത്തീർന്നു. നമുക്ക് ആർക്കും ഇങ്ങനെ പറ്റാൻ ഇടയാകരുത്, അല്ലേ? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അവ വിട്ടോടി, അത് വിട്ടോടി, ദ്രവ്യാഗ്രഹം വിട്ടോടി, നീതി അതിന് പകരമായിട്ട് പെർസീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. എന്നാ റീപ്ലേസ്മെൻ്റ് അല്ലേ? ദ്രവ്യാഗ്രഹത്തിന് പകരം റീപ്ലേസ് ചെയ്യാൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇവയൊക്കെ എന്തുവാ? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത. ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവോയ്ഡ് ഗ്രീഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഇന്ന് അവസാനിപ്പിക്കാം. ക്രിസ്ത്യൻ അപ്രോച്ച് ടു മണി: വർക്ക് ഓണസ്റ്റ്ലി ആൻഡ് ഫെയർലി. വർക്ക് ഓണസ്റ്റ്ലി ആൻഡ് ഫെയർലി. എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിച്ചേ. എഫേസ്യർ 4:28. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുകയത്രേ വേണ്ടത്. മതി. ക്രിസ്ത്യൻ അപ്രോച്ച് ടു മണി: വർക്ക് ഓണസ്റ്റ്ലി ആൻഡ് ഫെയർലി. സത്യസന്ധതയോടെ, നീതിയോടെ, വിശ്വസ്തയോടെ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ വചനം അലസതയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഐഡിൽനെസ്സിനെ, ഒന്നും ചെയ്യാതിരിക്കുന്നതിന്, മടി പിടിച്ചിരിക്കുന്നതിന് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വചനം വർക്ക് ചെയ്യണമെന്നാണ്, പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ കൈകൊണ്ട് അധ്വാനിക്കണമെന്നാണ് പറയുന്നത്. ആകാവുന്നത്ര നമ്മൾ അധ്വാനിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കള്ളനോട് പോലും പറയുന്നത് എന്താണെന്നറിയാമോ? കള്ളൻ ഇനി കക്കാതെ, കട്ടുമോഷ്ടിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ലക്ഷ്യം മുന്നിൽ വയ്ക്കാതെ മറ്റൊരു ലക്ഷ്യം ഉണ്ടാകണം. എന്തുവാ? കക്കുന്നതിന് പകരമായിട്ടുള്ള ഒരു ലക്ഷ്യം. മുട്ടുള്ളവന് പോലും ദാനം ചെയ്യണം. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യമാണ്. കട്ടും മോഷ്ടിച്ചും കൂട്ടിവെച്ച് കണ്ട് സന്തോഷിക്കുന്നതല്ല, പ്രത്യുത മുട്ടുള്ളവന് പോലും ദാനം ചെയ്യേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നതാണ് നമ്മുടെയൊക്കെ, അല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരു പട്ടണത്തിൽ ധനികനായൊരു മനുഷ്യനുണ്ടായിരുന്നു, വളരെ ധനികനായ മനുഷ്യൻ. അപ്പം ഈ ധനികനായ മനുഷ്യന് തോന്നി, ഈ ധനമെല്ലാം കൂടി ഇങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒരു കുറുക്ക് വഴി ചെയ്യും. അദ്ദേഹം ആ ധനമെല്ലാം കൂടെ വിറ്റ് ഒരുക്കി ഒരു വലിയ സ്വർണത്തിൻ്റെ കട്ടി വാങ്ങി, ഒരു സ്വർണ്ണക്കട്ടി, ലംബ് ഓഫ് ഗോൾഡ്. അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഓർത്ത്, ഇത് ഞാൻ എവിടെ നിക്ഷേപിക്കും, എവിടെ സ്വരൂപിക്കും? അപ്പം വീടിൻ്റെ തന്നെ ഒരു മൂലയ്ക്ക് പുറത്ത് അതൊരു വലിയ കുഴി കുഴിച്ച് അതിനകത്ത് ഇത് നിക്ഷേപിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ അദ്ദേഹത്തെ ഒരിക്കലും സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിച്ചില്ല. ദിവസവും രാവിലെ പോകുക, ആ കുഴി മണ്ണ് മാറ്റി ഈ ലംബ് ഓഫ് ഗോൾഡ് എടുത്ത് കയ്യിലൊക്കെ ഒന്ന് വെച്ച് ആസ്വദിച്ച് അതിൻ്റെ മേലൊന്ന് ഗ്ലോട്ട് ചെയ്തേച്ച് അത് പിന്നെയും അവിടെ വെച്ച് മണ്ണിട്ട് മൂടും. കുറേ ദിവസം ഇങ്ങനെ ചെയ്തു. ആ പട്ടണത്തിലൊരു കള്ളനുണ്ടായിരുന്നു, ദ ടൗൺ തീഫ്, യുനോ. ആ കള്ളന് ഈ ധനവാന്റെ പ്രത്യേകമായ സ്വഭാവം വളരെ ആകർഷിച്ചു, ഇഷ്ടപ്പെട്ടു, ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഓർത്ത് ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട്. ഒരു ദിവസം ഇദ്ദേഹം ഉറങ്ങിയപ്പോൾ ആ കള്ളൻ വന്നത് തുരന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. അടുത്ത ദിവസം ഈ ധനവാൻ വന്നപ്പം അവിടെ ഒരു കുഴിയല്ലാതെ വേറൊന്നും ഇല്ല. ഒരു കുഴിയല്ല, ഒരു കല്ലിട്ടത് മൂടിയിരിക്കുക, വെറും കല്ലിട്ട് മൂടിയിരിക്കുക. അദ്ദേഹം തുറന്നു നോക്കിയപ്പം വെറും കല്ല്. ഭയങ്കര വിലാപവും ബഹളവുമായി. എൻ്റെ സ്വർണ്ണക്കട്ടി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഭയങ്കര വിലാപമായി. അപ്പം അടുത്തുള്ള ബുദ്ധിമാനായൊരു മനുഷ്യൻ വന്നേച്ച് പറഞ്ഞു, സാരമില്ല സഹോദര, സ്നേഹിത, ദുഃഖിക്കാൻ ഇതിലെന്തുവായിരിക്കുന്നത്?
നേരത്തെയും നിങ്ങൾ ആ സ്വർണ്ണക്കട്ടി കയ്യിലെടുത്ത് അതിനെ ആസ്വദിച്ചതല്ല ഉള്ളൂ. അതുകൊണ്ട് മറ്റു പ്രയോജനമൊന്നും താങ്കൾക്കില്ലാതിരുന്നല്ലോ. ഈ കല്ല് അതുപോലെ തന്നെ കയ്യിലെടുത്ത് അത് സ്വർണ്ണക്കട്ടിയാണെന്ന് വിചാരിച്ച് നിങ്ങളങ്ങ് സന്തോഷിച്ചോളാൻ പറയും അല്ലേ? എന്താ നമ്മുടെ ലക്ഷ്യം? ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. എനിക്ക് പൈസ ഉണ്ടായാൽ, ഞാൻ ധനം സ്വരൂപിച്ചാൽ എൻ്റെ ലക്ഷ്യം എന്തുവാ? എൻ്റെ പക്കലുള്ള സ്രോതസ്, റിസോഴ്സസ് എന്തുവാ ലക്ഷ്യം? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ലക്ഷ്യങ്ങൾ വചനപ്രകാരമാകട്ടെ. ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. നമ്മുടെ ജീവിതത്തെ ഒന്ന് പിടിച്ചു കുലുക്കണം. ഈ ചിന്തകൾ, ഈ പഠനങ്ങളെല്ലാം പുതിയ സമർപ്പണങ്ങൾ ഉണ്ടാകണം. ദൈവസന്നിധി നേരോടെ, വിശ്വസ്തയോടെ, നിർഭയമായി ജീവിപ്പാൻ നമുക്കിടയാകണം. കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരാൻ പോവുകയാണ്. അന്ന് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.